ഈ വീഡിയോയിൽ നമ്മൾ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ എ ബി എന്ന് പറഞ്ഞത് ഡയാമീറ്റർ ഓഫ് ദ സർക്കിളാണ്. സർക്കിളിൻ്റെ ഡയാമീറ്ററിന് നമ്മൾ എ ബി എന്ന് കൊടുത്തേക്കാണ്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ നോൺ ഷെയ്ഡഡ് റീജിയൻ. ഇവിടെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു ഡോട്ട് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോൺ ഷെയ്ഡഡ് റീജിയനിൽ വരാനുള്ള ചാൻസ്, ഷെയ്ഡഡ് റീജിയനിലല്ല നോൺ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഷെയ്ഡഡ് റീജിയനാണ്, ഇത് നോൺ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഈ ഒരു ഡോട്ട് ഇവിടെ വരാനുള്ള ചാൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ മൊത്തം ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ അതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം നമുക്ക് അറിയാം സർക്കിളിൻ്റെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞത് ഏരിയ ഓഫ് എ സർക്കിൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? പൈ ആർ സ്ക്വയർ. ഇത് പഠിക്കേണ്ടതാണ് കേട്ടോ. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ എ ബി എന്ന് പറഞ്ഞ ഈ ഒരു അൺഷെയ്ഡഡ് പോർഷനിലെ ഏരിയ കിട്ടാൻ എന്ത് ചെയ്യും? ഹാഫ് എടുത്താൽ മതി. ഹാഫ് പൈ ആർ സ്ക്വയർ. ഈ ഹാഫ് പൈ ആർ സ്ക്വയറും ഈ ഹാഫ് പൈ ആർ സ്ക്വയറും കൂടി ചേർന്നിട്ടാണ് പൈ ആർ സ്ക്വയർ വരുന്നത്. അപ്പോൾ മൊത്തം ഏരിയ പൈ ആർ സ്ക്വയർ ആണെങ്കിൽ അൺഷെയ്ഡഡ് പോർഷനിലെ ഏരിയ കാണാൻ ബൈ 2 ചെയ്താൽ മതി. ഹാഫ്, അതിൻ്റെ ഹാഫ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് പ്രോബബിലിറ്റി എങ്ങനെയാണ്? നമുക്ക് ഏതാണോ വേണ്ടത് ഇതാണ് വേണ്ടത്. അപ്പോൾ ഹാഫ് പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ മൊത്തം സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? ഈ പൈ ആർ സ്ക്വയറും ഈ പൈ ആർ സ്ക്വയറും വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് എന്ന് ആൻസർ കിട്ടും. ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷൻ ഡിവൈഡഡ് ബൈ മൊത്തം റീജിയൻ, അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഇതിൽ ഏരിയ ഓഫ് സർക്കിൾ അറിഞ്ഞിരിക്കണം, എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അതായത് 10നേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. 2 സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ആൻ ഓഡ് നമ്പർ? അതായത് 10നേക്കാൾ കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര നമ്പർ ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇത് എഴുതി നോക്കാം. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് 10നേക്കാൾ കുറവായ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, അതാണല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. അതായത് ഇവിടുത്തെ 5 നമ്പറാണ് ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ എത്ര നമ്പറിൽ നിന്നാണ് ഇത് 5 നമ്പർ ആയത്? 9 നമ്പർ ചെയ്ത്. ഔട്ട് ഓഫ് 9 നമ്പേഴ്സിൽ 5 നമ്പേഴ്സ് ഇതിൽ ഓഡ് നമ്പറാണ്. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൺ നമ്പർ? ഈവൺ നമ്പർ അല്ലാത്ത നമ്പേഴ്സ് അല്ലേ? ഈവൺ നമ്പർ അല്ലാത്ത നമ്പേഴ്സും ഏതാണ്? ഇതിൽ ഈവൺ നമ്പർ അല്ലാത്ത നമ്പേഴ്സൊക്കെ ഓഡ് നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ അതും ആൻസർ എത്രയാണ്? 5/9 എന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പോൾ ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി 5/9 ആണെങ്കിൽ ഈവൺ നമ്പർ അല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥം? ഓഡ് നമ്പർ തന്നെയാണ്. ഈവൺ നമ്പർ അല്ലാത്ത നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഈ ആൻസറും സെയിം ആയിരിക്കും. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. BC 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈൻ A 1/2 തന്നിട്ടുണ്ട്. 4 സബ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ A സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? ACയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, ചെരിഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ. അപ്പോൾ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് സൈൻ A ഉള്ളത് കൊണ്ട് നമ്മൾ സൈൻ A കണക്ട് ചെയ്യുന്ന ഫോർമുല എഴുതാം. അതായത് സൈൻ A ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞേക്കുന്നത്. സൈൻ A എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ സൈൻ A എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, സൈൻ A നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1/2 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സൈൻ Aയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? AC. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു BCയുടെ എന്താ പറയുക മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്, 1/AC. ഇനി AC നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് AC ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ AC ഇവിടെ വരും, ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2/1. അപ്പോൾ AC എന്ന് പറഞ്ഞത് 2 സെൻറ്റിമീറ്റർ ആണ്. ആൻസർ കിട്ടി.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ബി ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് 90 ഡിഗ്രി വരുന്ന സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ സാധാരണ നമുക്ക് എ സിയും ബി സിയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് അഥവാ ഹൈപ്പോട്ടന്യൂസും ബേസും തന്നിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ബൈ യൂസിങ് പൈതഗോറസ് തിയറം വെച്ചിട്ട്. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ ഹൈറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ഹൈറ്റാണ് ഇവിടെ എ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് ബി സി ആണ്. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സി നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 2 സ്ക്വയർ മൈനസ് ബി സി എത്രയും തന്നിട്ടുണ്ട്? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1 സ്ക്വയർ ആണ്. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞത് 4 മൈനസ് 1, അതായത് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞത് 3 ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബി സ്ക്വയർ 3 ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞത് √3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ എ ബിയുടെ മെഷർമെൻറ്റും കിട്ടി. അതായത് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളിൽ ആ ഒരു ഹൈറ്റും ബേസും കൂടി ചേരുന്ന ഒരു ഭാഗത്തെയാണ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ഹൈറ്റിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. 90 ഡിഗ്രി വരുന്ന ആ ഒരു സൈഡ്. അപ്പോൾ ശരിക്കും നമ്മൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ ഹൈറ്റ് സ്ക്വയർ എന്നാണ് എഴുതാം. അതിൽ നിന്ന് എടുത്ത ഫോർമുലയാണ് ഹൈറ്റ് സ്ക്വയർ ഇസിക്കൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ബി √3 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. ഇനി ഇതിൽ സി ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എയുടെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു ഫിഗർ വരയ്ക്കുക. അതായത് നമുക്ക് 3 സൈഡിൻ്റെയും ഇതൊരു പെർപെൻഡിക്കുലർ സൈഡ് നമുക്ക് കിട്ടി. ഇവിടെ 1 ആണ്. എ ബി എന്ന് പറയുന്നത് നമ്മൾ എത്രയെന്ന് കണ്ടുപിടിച്ചു? എ സി 2 എന്ന് കണ്ടുപിടിച്ചു. എ ബി എന്ന് പറയുന്നത് √3 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? 1:√3:2. അപ്പോൾ ബി സി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? 1:√3:2. എങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ വരാം? 30 degrees to 60 degrees to 90. അപ്പോൾ 1ൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് അങ്ങനെയാണല്ലോ നോക്കാം. അപ്പോൾ ബി സി എന്ന് പറയുന്നത് 1 ആണ്. ഈ 1ൻ്റെ അല്ലെങ്കിൽ ആംഗിൾ എയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എത്ര മെഷർമെൻറ്റാണ് നോക്കാം? 1 ആണ്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഒരു ട്രയാങ്കിളിൽ 3 റേഷ്യോ ഓഫ് ഇറ്റ് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ 1:√3:2, 30:60:90 നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ആംഗിൾ എ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡായ ബി സിയുടെ ആംഗിൾ എത്ര നോക്കാം. അതായത് ബി സിയുടെ മെഷർമെൻറ്റ് 1 ആണെങ്കിൽ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ എന്ന് പറഞ്ഞത് 30 ഡിഗ്രി ആയിരിക്കും. ഡി ക്വസ്റ്റ്യൻ നോക്കി. ഡി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് sin 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ഒന്നുകൂടി ഒന്ന് വരച്ച് നോക്കുക. അതായത് എ ബി സി. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് കിട്ടി. ഇതൊരു 30 ഡിഗ്രിയാണ് കിട്ടി. അപ്പോൾ 30, 90, 120, 180 - 120 ആംഗിൾ സി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. അപ്പോൾ sin 60 എന്ന് പറയുന്നത് സി ആണ് അല്ലേ? sin 60 ഡിഗ്രി എന്ന് പറഞ്ഞത് ഇതാണ് sin 60. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് ഈ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി. അപ്പോൾ sin 60 എന്ന് പറഞ്ഞത് ഈ എ ബി എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ എ സി നമുക്കറിയാം 2 ആണ്. √3/2 ആണ് ഇവിടുത്തെ sin 60 ഡിഗ്രി. ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2023 മോഡലിനെ ചോദിച്ചതാണ്. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് ട്രീ അറ്റ് ദ അതർ എഡ്ജ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ഒരു കുട്ടി ഒരു കനാലിൻ്റെ ഇപ്പുറത്ത് നിന്ന് ആ കനാലിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ടോപ്പിലേക്ക് നോക്കണം. അത് 60 ഡിഗ്രി എലിവേഷനിലാണ് ആ കുട്ടിക്ക് ആ മരത്തിൻ്റെ ടോപ്പ് കാണാൻ പറ്റുന്നത്. ഇനി അവൻ സ്റ്റെപ്പിംഗ് 10 meters ബാക്ക്, ആ കനാലിൻ്റെ ഇപ്പുറത്ത് നിന്ന് 10 meter ബാക്കിലോട്ട് നടന്ന് അവൻ വീണ്ടും ആ മരത്തിൻ്റെ ടോപ്പ് നോക്കി. ആ ടോപ്പിലോട്ട് നോക്കുമ്പോൾ 30 ഡിഗ്രി എലിവേഷനിലാണ് ആ മരം അവന് കാണാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ഹൈറ്റ് 1.5 meters എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ റഫ് ഫിഗർ വരയ്ക്കാനും വിഡ്ത്ത് ഓഫ് ദ കനാലും ഹൈറ്റ് ഓഫ് ദ ട്രീയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കിവിടെ റഫ് ഫിഗർ വരയ്ക്കാം. അതായത് ഇവിടെ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കേണ്ടത് ഒരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഇതൊരു കനാലാന്ന് നോക്കി, ഇത് കനാൽ. അപ്പോൾ ഈ കനാലിൻ്റെ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ അറ്റത്ത് നിന്ന് ആ കുട്ടി ടോപ്പ് ഓഫ് ദ മരത്തിൻ്റെ ടോപ്പ്
നോക്കുകയാണ്. അതായത് 60 ഡിഗ്രി എലിവേഷനിലാണ് ആ കുട്ടി നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടി, അതായത് കുട്ടി ഇവിടെ നിന്ന്, ഈ കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 ആണ്, കുട്ടി നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ കുട്ടി ഇവിടെ നിന്ന് ഈ മരത്തിൻ്റെ ടോപ്പ് നോക്കി, അതായത് ഗ്രൗണ്ടിൽ നിന്ന് നിൽക്കുന്ന ഒരു മരമായതുകൊണ്ട് ഇത് 90 ഡിഗ്രിയും, ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിൻ്റെ റഫ് ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കനാലിൻ്റെ ഈ സൈഡിൽ നിന്ന് കുട്ടി നോക്കുമ്പോൾ 60 ഡിഗ്രി. ഇനി 10 മീറ്റർ ഈ കുട്ടി ബാക്കിലോട്ട് സഞ്ചരിച്ചു, അതായത് 10 മീറ്റർ. എന്നിട്ട് ആ കുട്ടി വീണ്ടും ആ മരത്തിനെ നോക്കി. അപ്പോൾ അത് എത്ര ഇതിലെ കാണാൻ പറ്റുന്നത്? 30 ഡിഗ്രി എലിവേഷനിലാണ് ആ കുട്ടിക്ക് അത് കാണാൻ പറ്റുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് തന്നെ എല്ലാം നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞേക്കും, നമുക്ക് ആദ്യം ഇവിടെ പേര് കൊടുക്കാം, ABC T. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് വിഡ്ത്ത് ഓഫ് ദ കനാൽ, അതായത് BD എന്ന് പറയുന്നതാണ് വിഡ്ത്ത്. അതേപോലെ ഈ ഒരു സംഭവം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഹൈറ്റ് BC കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദ ട്രീയും കണ്ടുപിടിക്കണം. ഇതാണ് ഇതിൻ്റെ റഫ് ഫിഗർ. അപ്പോൾ BC BD നമുക്ക് കണ്ടുപിടിക്കണം, വിഡ്ത്തും കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദ ട്രീയും കണ്ടുപിടിക്കണം. കുട്ടിയുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആണ്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം 60 ആണ്, ഒരെണ്ണം 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 90 + 60 എത്രയാണ്? 150. അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ 180 - 150 ചെയ്യുമ്പോൾ നമുക്കിവിടെ 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഇതൊരു ലീനിയർ പെയർ ആയതുകൊണ്ട് മൊത്തം ഈ ആംഗിളും കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 120. 180 - 60 മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ 120 ആണെന്ന് കിട്ടും. അത് കിട്ടി. ഇനിയും ഇതിൽ ഒരുപാട് ഇൻഡ് ഉണ്ട്, അതായത് ഇവിടെ 30 ഇവിടെ 120 നമുക്ക് കിട്ടി. അപ്പോൾ 120 + 30 ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. 180 വീണ്ടും 150 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. അപ്പോൾ ഈ ആംഗിളും 30 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് AD ആണല്ലോ. ADക്ക് 10 മീറ്റർ ആണെങ്കിൽ ഒരേ ഒരു ട്രയാങ്കിളിൽ ഒരേ ആംഗിൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 10 മീറ്റർ ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രിയാണ്. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് DC ആണ്. അതും എത്രയായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. അതും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു ആംഗിളുടെ ഓപ്പോസിറ്റ് സൈഡ് 10 മീറ്റർ ആണ്. അതേ ആംഗിൾ തന്നെ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും 10 മീറ്റർ ആയിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഹിൻ്റാണ്. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. അപ്പോൾ നമുക്ക് BDയും BCയും ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? BD കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ BC കണ്ടുപിടിക്കണം. അപ്പോൾ BDയും BCയും കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 3 ആംഗിൾ കൊടുത്തിട്ടുണ്ട്, 30, 60, 90. അതായത് 1:√3:2. അപ്പോൾ നോക്കിയേ, 30 ഡിഗ്രി ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് BD. 60 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റാണ് BC. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് DC. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് BD BC ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി DC ഇവിടെ 10 ആണ് തന്നിട്ടുണ്ട് അല്ലേ? 10 നമ്മൾ കണ്ടുപിടിച്ചു. അത് ആ ഹിൻഡ് കണ്ടുപിടിച്ചാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 10 കണ്ടുപിടിച്ചു. ആ 10ൻ്റെ പകുതിയാണ് ഈ സംഭവം അല്ലേ? 10 എന്ന് പറയുന്നത് നോക്കിയിട്ട് 92 ആണ് വരുന്നത്. അപ്പോൾ 2ൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്, അല്ലെങ്കിൽ 30-ൽ 1 ആണ് വരുന്നത്. അപ്പോൾ 10/2 ഇവിടെ 5 കിട്ടും. അപ്പോൾ BD 5 ആണ് കിട്ടി. BC എന്ന് പറയുന്നത് 1√3, അതായത് 5√3. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇവിടെ BD നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണെന്നും BC 5√3, DC 10 മീറ്റർ ആണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് വിഡ്ത്ത് ഓഫ് ദ കനാൽ, കനാലിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ റഫ് ഫിഗറിൽ വിഡ്ത്ത് ഓഫ് ദ കനാൽ എന്ന് പറഞ്ഞത്, അതായത് ഈ കുട്ടി ഇവിടെ നിന്നിട്ട് നോക്കണേ, ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് മരം കാണുന്നു. അപ്പോൾ BD ആണ് ഇവിടുത്തെ വിഡ്ത്ത് ഓഫ് ദ കനാൽ. BD നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 5 മീറ്റർ ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ഹൈറ്റ് ഓഫ് ദ ട്രീ നമുക്കിവിടെ ഇതൊരു ട്രീ ആണെന്ന് നമുക്കറിയൂ. BC എന്ന് പറഞ്ഞത് കനാലിൻ്റെ അവിടെ നിന്നുള്ള ദൂരമാണ് ട്രീ എപ്പോഴും ഗ്രൗണ്ടിൽ നിന്ന് വളരുക. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. അതിലുള്ള ഹിൻറ്റും നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് കുട്ടി നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 1.5 തന്നെയാണ് ഇവിടത്തെയും 1.5. ഈ 1.5ഉം BCയുടെ അളവും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ട്രീ ആയി. അതായത് 1.5 + 5√3 മീറ്റർ. അപ്പം നമുക്ക് രണ്ടും കിട്ടി, വിഡ്ത്ത് ഓഫ് ദ കനാലും കിട്ടി, ഹൈറ്റ് ഓഫ് ദ ട്രീയും കിട്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്യണേ.